എനിക്ക് എത്ര പവന നിങ്ങൾ കൊണ്ട് വിറ്റ് തൊലച്ചത്. ഞാനും എന്റെ വീട്ടുകാരും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതിങ്ങനെ നിങ്ങളുടെ കടമന്റെ പേരിൽ വിറ്റ് തൊലിക്കുന്നുണ്ട്. എനിക്ക് നല്ല ദണ്ണുണ്ട്. എന്റെ കുഞ്ഞുസേ പപ്പ എപ്പോഴും പറയാറുണ്ട് വണ്ടിക്കരി കളിക്കല്ലേ വീഴുട്ടോ, അങ്ങനെ ചെയ്യരുത്. അതെ സ്കൂളിലാ പറഞ്ഞിട്ട് കുരുത്തക്കിടന്ന് കാണിക്കരുത് കേട്ടോ. അമ്മ ജോലിക്ക് പോയിരിക്കുകയാണ്, അച്ഛൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ ഒന്നോ കേട്ടോ. അപ്പൊ പോയിട്ടാ വണ്ടി സ്റ്റാർട്ടാവാ. കൊറേ ആയി വിചാരിക്കുന്നു കുഞ്ഞുസേ പുതിയൊരു വണ്ടി മേടിക്കാൻ. അപ്പൊ നടക്കുന്നില്ലടാ. ആട്ട വണ്ടിയായോ അപ്പൻ്റെ? ആട്ട വണ്ടിയാ? സാരടാ, ഇതൊക്കെ മതി. എന്റെ ദൈവമേ, പെട്രോൾ ഉണ്ടോ? ഇപ്പൊ കൊണ്ട് ചവിട്ട് കൊടുക്കണ്ടേ, എന്നാലേ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. അമ്മേ ഓ എടാ മോനെ പോലെ നിക്ക്. നിന്റെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാളവികയില്ലേ, വലിയ കുട്ടിയാ. എത്ര മാളുവോ? അല്ലമ്മ അവള് 5ാം ക്ലാസ്സല്ലേ പഠിക്കുന്നത്, ഇപ്പൊ തന്നെ വലിയ കുട്ടിയായോ? പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോടാ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഭക്ഷണ രീതിയൊക്കെ വേറെയല്ലേ. അപ്പൊ അതിന്റെ പരിപാടിയെ ഈ വരുന്ന ഞായറാഴ്ച വെക്കണമെന്നാ അവള് വിളിച്ചപ്പോ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്ത് കൊടുക്കാനമ്മേ? പോകുന്ന സമയത്ത് കുറച്ച് പലഹാരം മേടിച്ചു കൊണ്ടുപോവാ, അല്ലാണ്ട് വേറൊന്നും ആവില്ലമ്മേ. എന്താടാ നീ അങ്ങനെ പറഞ്ഞത്? നീയേ അവളുടെ മാമനാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യേണ്ടത് നിന്റെ കടമയാ. എന്ത് കടമയമ്മേ? ഈ കടമ എന്ന് കുറെ ആയല്ലോ പറയുന്നത്. എന്റെ കടമയൊക്കെ ഞാൻ ചെയ്ത് തീർത്ത. അതൊരു ചെറിയൊരു വീടാണല്ലേ നമുക്ക് താമസിക്കാൻ പറ്റുന്നത്. അമ്മയല്ലേ പറഞ്ഞത് അത് പോരാ, മുകളിലേക്കും കൂടി വേണം. 2 പെങ്ങളാണ്, അവർക്ക് റൂം വേണം, സാധനം വേണം പറഞ്ഞിട്ട് എത്ര പൈസ ഇറക്കിപ്പിച്ചമ്മേ. ഇപ്പൊ ആരെങ്കിലും ആ മുകളിലേക്ക് കയറുന്നുണ്ടോ? അതിന്റെ കടമൊന്നും തീർന്നിട്ടില്ലമ്മേ. മാസം 8000 രൂപ ബാങ്കിൽ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മതി, വേറെ ഒന്നും എന്നെ കൊണ്ടായില്ലമ്മേ. മോനെ നീ അതൊന്നും പറയാൻ നിക്കല്ലേ. കുടുംബക്കാരെയും നാട്ടുകാരും പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ അവൾ ഈ പരിപാടിക്ക് വേണ്ടി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിന്റെയൊക്കെ മുന്നിൽ നാണം കെടുത്താനാ. കുറഞ്ഞത് 1 പവനെങ്കിലും നീ മാളുവിന് വാങ്ങിച്ചു കൊടുക്കണം. 1 പവനോ? 1 പവൻ സ്വർണ്ണം 1,10,000 ഉണ്ട്. GST പണിക്കൂലി അടക്കം പറഞ്ഞിട്ട് എത്രയാവും പറഞ്ഞിട്ടാ? അല്ല എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കണേ, അമ്മ എന്തറിഞ്ഞിട്ട് അതൊക്കെ പറയുന്നത്? സ്വർണത്തിന് വില കൂടി വന്നിട്ട് നിന്റെ കടമകളൊന്നും ചെയ്യാതിരിക്കുക. എടാ ഭാഗ്യയിലല്ല, നിന്റെ സ്വന്തം പെങ്ങളുടെ മോളാണ്. അതായത് നിന്റെ മോൾ തന്നെ. നിനക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിലേ ഒരു 3/4 കൊടുക്കണം. അമ്മ വെറുതെ ഓരോന്ന് വിളിച്ചു പറയല്ലേ. എത്ര സിമ്പിൾ ആയിട്ടാ പറഞ്ഞത്, 3/4 പവനെങ്കിലും കൊടുത്താൽ മതിന്ന്. അമ്മ 1 ഗ്രാം സ്വർണത്തിന്റെ പൈസ പോലെ എൻ്റെ എടുക്കാനല്ലമ്മേ. അതിൻ്റെ ഇടയ്ക്ക് 3/4 പവൻ. എത്ര ഒന്നും മിണ്ടാതിരിക്കമ്മേ, എനിക്ക് കഴിയില്ല. അനീഷേ 5-6 കൂടെപ്പറപ്പെന്ന് പറയാനേ ആ കൂടി 2 പെങ്ങന്മാരെ നിനക്കുള്ളൂ. അച്ഛനമ്മയും ഉള്ളപ്പോ തന്നെ അവർക്ക് കൊടുക്കുക വരുമ്പോഴേക്കും നീ ഇത്ര കണക്ക് പറയാൻ നിന്നാ ഞങ്ങളുടെ കാലശേഷം എന്തായിരിക്കും അവന്റെ അവസ്ഥ? നീ എങ്ങനെയെങ്കിലും ഒരു 1/2 പവനെങ്കിലും കൊടുക്ക്. 1/2 പവൻ എന്നൊക്കെ പറഞ്ഞാൽ എത്ര പൈസ വേണമെന്നാ? ഒരാളായി ജനിച്ചു കൊണ്ട് കടമാ പറഞ്ഞിട്ട് എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഞാൻ എവിടെ നിന്നുണ്ടാകുന്നത്? എത്ര മുകളിൽ വേണ്ടേ? ആ എടാ ഗിരീഷേ, ഞാൻ വിളിച്ചതേ ഒരു 65,000 രൂപേൻ്റെ അടുത്ത് ഇരിക്കാനുണ്ടാവും. ആ അല്ല, ആരുടെ മേടിച്ചെന്നാ? ആണോ? അവൻ പലിശക്ക് കൊടുക്കുന്നതാ? ആ എടാ ഒരു എത്ര മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവും? 3 മാസത്തിനുള്ളിൽ എങ്ങനെയാണ്? കുഴപ്പമില്ല. ആ ഞാൻ നാളെ വരട്ടെന്നാ. ആ ശരിടാ, ഓക്കെ. ദൈവമേ, മാസത്തെ എങ്ങനെ അടച്ചു തീർക്കാൻ? ഓരോന്നും പറഞ്ഞാൽ മതിയല്ലോ. സുമതിയായി വാസു കേട്ടനോ? എന്താ ഈ വഴിക്ക്? സഹദേവൻ ഇവിടെ ഇല്ലേ? ഇല്ല, പുറത്തു പോയിരിക്ക. എന്താ? അവന്റെ ഫോണിലേറ്റാ വിളിച്ചിട്ട് കിട്ടുന്നില്ലാലോ. എന്ത് കളിയായി കളിക്കുന്നത്? ഫോൺ കുറച്ചു ദിവസമായി ചാർജ് നിൽക്കാണ്ട് ഇങ്ങനെ ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണേ. അല്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? എന്റെ സുമതിയെ നിന്റെ കെട്ടിയാനേ 1 മാസത്തെ ഗ്യാപ്പും പറഞ്ഞ് 25,000 രൂപ എന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് വരാൻ കൂടിയില്ലെങ്കിൽ അവൻ അത് അങ്ങോട്ട് കൊണ്ടുവരണ്ടേ? അതിലൊരു മര്യാദ. 25,000 എന്റെ കെട്ടിയ നിങ്ങളുടെ അടുത്ത് വാങ്ങിച്ചാ?
എന്തിന്? അത് എന്നോടാ ചോദിക്കുന്നത്. നിങ്ങളുടെ 35ാമത്തെ വാർഷികമാണ്, ഇത് നടത്താൻ പൈസ ഇല്ലാണ്ട് വാങ്ങിക്കൊണ്ട് പോയതല്ലേ? ഓ ഓ ഓ, അതിന് വാങ്ങിച്ചല്ലേ? നിങ്ങൾ ഇങ്ങനെ ബേജാറൊക്കെ ഒന്നും വേണ്ട. ഒരു 3-4 ദിവസത്തിനുള്ളിലേ എന്റെ മോൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കും. അത് ആരെ ഏൽപ്പിച്ചാലും കുഴപ്പമില്ല. എന്റെ മക്കള് എന്റെ ചെലവിന് വേണ്ടി അയച്ചാൽ എന്താ? ഇനിയിപ്പോ ഈ പൈസക്ക് വേണ്ടി ഇങ്ങോട്ട് വരുത്തല്ലേ? ഓ ഇല്ല വാസുവേട്ടാ, നിങ്ങൾ ധൈര്യമായിട്ട് പോയി. ആരുടെ അടുത്തേക്കും പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് എന്നോടൊന്ന് പറഞ്ഞാ പോരെ, ഞാൻ ചെക്കൻ്റെ അടുത്ത് വാങ്ങിച്ചു കൊടുക്കുമല്ലോ. ഇതിപ്പോ ഓരോ ആൾക്കാരനെ വീട്ടിൽ വരുത്തിയിട്ട് കഴിയില്ലപ്പാ. എന്താ അമ്മ പറയുന്നത്? രാവിലെ അരപ്പാവൻ കൊടുത്താൽ മതി പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടങ്ങ് പോയല്ലോ. അതിന് 65,000 ഒരാൾ കടം ചോദിച്ചിരിക്കുക. അപ്പോഴേക്കും 3 ദിവസത്തിനുള്ളിൽ 25,000 വേറെ കൊടുക്കാനോ? ഞാൻ എന്താക്കാനമ്മേ? കക്കാൻ പോകാൻ പറ്റുമോ? അതിന് നീ എന്നോട് ഇതിനായിട്ട് ചൂടാകുന്നത്? നിന്റെ അച്ഛൻ വാങ്ങിച്ച പൈസയല്ലേ, അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അമ്മ അച്ഛനും കൂടി പണിക്ക് പോകുന്ന സമയത്താ ഞാൻ വീട്ടിലെ മുകളിലേക്ക് എടുക്കാൻ വേണ്ടി ലോൺ എടുത്ത്. ലോണിന്റെ പകുതി അച്ഛനടയ്ക്കും പറഞ്ഞിട്ട് ഇപ്പൊ അച്ഛൻ പണിക്ക് പോയിട്ട് 1 വർഷമായമ്മേ. അല്ലെങ്കിൽ ഇപ്പൊ 25,000 രൂപ എന്തിനു ഈ കടമെടുത്ത് അനാവശ്യമായിട്ട് ഈ പരിപാടിക്കോ? അപ്പോഴും ഞാൻ അതൊന്നും വേണ്ട പറഞ്ഞല്ലേ? അനാവശ്യോ? അച്ഛനും അമ്മന്റെയും വിവാഹ വാർഷികം നടത്തിയതാണ്ടാ നിനക്ക് അനാവശ്യമായിട്ട് തോന്നിയത്? ഇതിനു മുമ്പ് എത്ര തവണ നടത്തിയിട്ടുണ്ടടാ? അവൻ 25,000-ന്റെ കണക്ക് പറയാൻ നിൽക്കണം. കണക്ക് പറഞ്ഞല്ലേ? വാർഷികമാണ് പറഞ്ഞാൽ അതിനനുസരിച്ച് നടത്തിയാൽ പോരെ? അച്ഛൻ്റെ കുറെ ഫ്രണ്ട്സ് വിളിക്കുന്നു, നാട്ടുകാരെ വിളിക്കുന്നു, കുടുംബക്കാരെ വിളിക്കുന്നു, എല്ലാവർക്കും ബിരിയാണി കൊടുക്കണം പറഞ്ഞിട്ട് എത്ര ആളുടെ പരിപാടിയായിരുന്നു. അന്ന് തന്നെ എൻ്റെ കയ്യിൽ എത്ര പൈസ പൊട്ടിന്നറിയോ? അതുകൂടാതെ ഇപ്പൊ 25,000 പറഞ്ഞിട്ട് ഞാൻ അന്നേ പറഞ്ഞു ചെറിയൊരു ഇവിടെ കേക്ക് മുറിച്ചിട്ട് ഏതെങ്കിലും അനാഥാലയത്തിൽ കുറച്ച് ഭക്ഷണം കൊടുത്താൽ പോരായിരുന്നോ? നിന്നെ പോലെ തന്നെയല്ലടാ ആ സഞ്ജയ്. അവൻ അച്ഛനും അമ്മന്റെയും വിവാഹ വർഷമേ എത്ര ഗംഭീരമായിട്ടാണ് നടത്തിയത്. അത് കണ്ടപ്പോ ഞങ്ങൾക്കൊരാഗ്രഹം തോന്നി. അല്ലെങ്കിൽ അച്ഛനമ്മന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടേ ഈ മക്കളുടെ കടമ തന്നെയല്ലേ? അവനെ എന്നെയും വെച്ചും കമ്പയർ അല്ലമ്മേ. അവനൊക്കെ ഒരുപാട് കുടുംബസ്വത്തുണ്ട്, എവിടെയൊക്കെ ബിസിനസ്സുകളുണ്ട്. പൈസ ഉള്ളവർ അങ്ങനെ എന്തെങ്കിലും ചെയ്തോട്ടമ്മേ, അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷെ നമ്മൾ മിഡിൽ ക്ലാസ് ആണ്, അതിനനുസരിച്ച് പെരുമാറണം. അല്ലെങ്കിൽ ആ പൈസക്ക് കടന്ന് ഇങ്ങനെ ഓടേണ്ടി വരും. എന്തോടാൻ? നീ നിന്റെ ഭാര്യയും ജോലിക്ക് പോകുന്നില്ലേ? എന്നിട്ട് ഒരു 25,000 എടുക്കാൻ നിന്റെ അടുത്തൊന്നും ഇല്ലടാ? അവളും കൂടി ജോലിക്ക് പോകുന്നതുകൊണ്ടാണമ്മേ ഞാൻ പിടിച്ചു വെക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് 20,000 രൂപ വേണ്ടി ഇവിടെ എന്താക്കാനമ്മേ? വീട്ടിൽ ലോൺ അടിക്കണ്ടേ, അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കണ്ടേ, സാധനം വാങ്ങണ്ടേ, എനിക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കണ്ടേ? എന്തൊക്കെ ഒരു മാസം കൊണ്ട് ഒപ്പിക്കുന്നത് അത് എന്നോട് മാത്രം ചോദിച്ചാൽ മനസ്സിലാവുള്ളമേ. അവൾക്ക് 12,000 രൂപ സാലറി ഉണ്ട്. 1 രൂപ പോലും അവളുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കില്ല. എല്ലാം ഇവിടേക്കല്ലേ ചെലവാക്കുന്നത്. എന്റെ മോനെ, നിന്റെ കണക്കൊന്നും കേൾക്കാൻ എനിക്ക് കഴിയില്ല. അച്ഛൻ വാങ്ങിച്ച പൈസയല്ലേ, അത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എല്ലാവരും കൂടി വന്ന് അച്ഛൻ്റെ കോളറി പിടിക്കും. അത് കാണണമെങ്കിൽ നീ ഇതൊന്നും അടയ്ക്കണ്ട പോരെ. എന്തോ ചെയ്യല്ല മനസ്സിലാവും. എല്ലാവരും പറയും പൈസയെക്കാളും വലുത് സ്നേഹമാണ്, സമാധാനം എന്നൊക്കെ. ഈ പൈസ ഇരിക്കുന്നത് രണ്ടും ഉണ്ടാവില്ലെന്നും അത് അനുഭവിക്കുന്നവർക്കല്ലേ മനസ്സിലാവുള്ളൂ. എന്നാ ഇനിയിപ്പോ ഇതുകൂടിയേ ബാക്കിയുള്ളൂ, അതും കൂടി ചോദിക്കാൻ നിൽക്കല്ലേ? വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. ഓരോ വേണ്ടിട്ടേ എല്ലാവരോടും കടമാക്കിയിട്ടുണ്ട്. തിരിച്ചു കൊടുക്കാണ്ട് ആരെങ്കിലും തരണ്ടേ? എന്താവശ്യമായിട്ടാ? ഇതെല്ലാം നിങ്ങൾ അനാവശ്യമായിട്ട് വരുത്തി വെച്ച കടങ്ങളല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ മുകളിലേക്ക് എടുക്കേണ്ട ആവശ്യം എന്താ? ഇവിടുത്തെ കുറെ സാധനങ്ങൾ വേണമെന്നിട്ട് എനിക്ക് എത്ര പവന നിങ്ങൾ കൊണ്ട് വിറ്റ് തൊലച്ചത്. ഞാനും എൻ്റെ വീട്ടുകാരും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതിങ്ങനെ നിങ്ങളുടെ കടമന്റെ പേരിൽ വിറ്റ് തൊലിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ദണ്ണുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിട്ടാ എൻ്റെ വീട്ടുകാരെന്നെ പഠിപ്പിച്ച് നല്ലൊരു ജോലിയാക്കി തന്നത്. ആ കിട്ടുന്ന ശമ്പളത്തില് 1 രൂപ പോലും എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അതെങ്ങനെയാ? എൻ്റെ ബാങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? എടാ, ഞാൻ അനാവശ്യമായിട്ട് എന്തെങ്കിലും ചിലവാക്കുന്നുണ്ട്? ഇതിടയ്ക്ക് എൻ്റെ അടുത്ത് ആ കൂടി 3-4 ഷർട്ടുള്ളൂ. അത് തന്നെ ഞാൻ മാറ്റി 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 ഇട്ട് പോകുന്നു. ഒരു പുതിയ പാൻറ്റോ ചെരുപ്പോ എടുത്തിട്ട് ഇത്ര കാലം എന്നറിയുള്ളൂ. എല്ലാവരും പറയും ആണായി ജനിച്ചത് ഭാഗ്യമാണ്. പക്ഷെ ഞങ്ങളെപ്പോലുള്ള മിഡിൽ ക്ലാസ്സിലെ ആണുങ്ങളോട് ചോദിക്കണം. 15-ാം വയസ്സിൽ തുടങ്ങിയിടൂ കടമൻ്റെ പേരിൽ. 10ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയതാ. വീട്ടുകാർ പറഞ്ഞു പെങ്ങന്മാരെ പഠിപ്പിക്കേണ്ടത് ആണായ നിന്റെ കടമയാണ്. അത് ചെയ്തു. അവരെ കല്യാണം കഴിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കടമയാണ്. വീട് വെക്കേണ്ടത് ആണായ എൻ്റെ കടമയാണ്. അവരെ പ്രസവം നോക്കണം. പ്രസവത്തിന് 1 ലോഡ് സാധനം കൊടുത്തയച്ചു. ഇതപ്പ ഇതും. എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതേട്ടാ. ഏട്ടൻ കുളിച്ചിട്ടോ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. പാവം തന്നെ. അവളുടെ വീട്ടിൽ ഒരുപാട് കഷ്ടപ്പെട്ടതാ. ഇവിടെ വന്നാലും കുറച്ച് സന്തോഷം കിട്ടും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. എപ്പോഴാണ് പോകാൻ ഈ കടങ്ങളൊക്കെ ഒന്ന് തീരുക?
രാവിലെ തുടങ്ങിയതാണല്ലോ ഈ ബുക്കുമായിട്ടിരിക്കുന്നത്. എന്തപ്പോ കാര്യമായിട്ട് എഴുതാൻ? ഒന്ന് രാവിലെ ശമ്പളം ക്രെഡിറ്റ് ആയതല്ലേ, ഒരു മാസത്തെ വരവ് ചെലവ് എഴുതി വെച്ചായിരുന്നു. എന്തോ വരവിനേക്കാളും കൂടുതൽ ചിലവാണല്ലോ. ആദ്യം ബസ് കയറി, ഗ്യാസ്, കറണ്ട് ബില്ല്, EMI കണ്ടിട്ട് ഇതിപ്പോൾ ഓരോ മാസം കൂടുതലും കടം കൂടി വരാതെ. നിന്റെ ശമ്പളം കൂടി ഉള്ളതുകൊണ്ട് എങ്ങനെയോ പിടിച്ചു എന്ന് തോന്നും, അല്ലെങ്കിൽ എപ്പോഴും ജീവിതം അവസാനിപ്പിക്കേണ്ട വന്നത്. വരവിനേക്കാളും ചെലവ് കൂടിയിട്ടുണ്ടെങ്കിലേ ആ കുടുംബം മുടിഞ്ഞു എന്ന് അർത്ഥം. ഏട്ടാ ഇനിയെങ്കിലും കൺട്രോൾ ചെയ്തോ, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോവേ. ഏട്ടാ അതിന് അനാവശ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും ചിലവാക്കുന്നുണ്ടോ? എത്ര കാലം നടന്ന് പുറത്തു പോയിട്ട്. ദൈവം, ഗിരീശൻ വിളിക്കുന്നു. 3 മാസമൊക്കെ ആയോ ഗിരീഷ? നാളെയാ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മുഴുവൻ പൈസ കൊടുക്കാം. ആ അമ്മേ, ഇപ്പം ആ ഗിരീഷിനെ വിളിച്ചത്. ചേച്ചിൻ്റെ മോളെ പരിപാടിക്ക് 65,000 രൂപ ഞാൻ അവിടെ കടം മേടിച്ചത്. അവൻ പറഞ്ഞ ഡേറ്റ് നാളെ തീരുക. തിരിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലമ്മേ. അവളുടെ അടുത്തും ഉണ്ടാവില്ല. അവൻ്റെ അലമാരിലൊരു പൊട്ടിയ വള വെച്ചില്ലേ, അന്ന് എടുത്ത് തരണേ. എടാ അതൊന്നും പറ്റില്ല. അത് നിന്റെ അച്ഛനെ ആദ്യമായിട്ട് അമ്മയ്ക്ക് വാങ്ങിച്ചു തന്നതാ. അപ്പൊ പൊട്ടിയത് കൊണ്ട് അലമാറി വെച്ചോന്നേ ഉള്ളൂ. അതിനി എടുത്ത് വിളക്കാൻ കൊടുക്കണം എനിക്ക്. അമ്മ ഇത്രയായിട്ടേ ഒരു തരി പൊന്നു പോലും ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുത്തില്ല. അവള് അവളുടെ വീട്ടുകാരെ ഉണ്ടാക്കി കൊടുത്ത സ്വർണം മുഴുവൻ നമ്മുടെ കാര്യങ്ങൾക്ക് വിറ്റ് തൊലച്ചമ്മേ. അമ്മ ഒരു കാര്യം ചെയ്യ്, അതെടുത്തതാ. ഒരു 5-6 മാസം കൊണ്ട് ഞാൻ തിരിച്ചെടുത്തു തരാം. പിന്നെ നീ തിരിച്ചെടുത്തിരുന്ന ആള് നീ വേറെ നിങ്ങൾ നോക്ക്. ഞാൻ അതും പറഞ്ഞിട്ട് എന്റെ പുറകെ വരണ്ട. ഇനിയിപ്പോ ഇതായിട്ട് എന്തിനാ ഇട്ട് നടക്കുന്നത്? താലിയിലൊരു കറുത്ത ചാട്ട കൊടുത്തിട്ടെ ഇതോട്ട് അഴിച്ചു തരാം. പക്ഷെ ഇന്നത്തോടെ ഈ പരിപാടി നിർത്തിക്കോ കേട്ടാ. സന്ധ്യ, നിങ്ങളുടെ ഈ കടമകളൊക്കെ തീർക്കാൻ വേണ്ടിച്ചാണോ എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കെട്ടിക്കൊണ്ടുവന്ന് അന്ന് കാണാൻ തുടങ്ങിയതോ കടമന്റെ പേരിൽ വീട്ടുകാരും കുടുംബക്കാരെ കൂടി നിങ്ങളിട്ട് ഇങ്ങനെ പിഴിയുന്നത്. ഞാൻ എന്തെങ്കിലും പറയാൻ പോയാ അവസാനം ഞാൻ കരടായി പോയില്ലേ? എന്നിട്ട് ആരെങ്കിലും 1 രൂപ തന്ന് സഹായിക്കുന്നുണ്ടാ? അപ്പോഴും ഞാൻ എന്റെ വീട്ടുകാരുടെയൊക്കെ സ്വർണം നമുക്ക് വേണം. ഇനിയും കടമന്റെ പേരിൽ കടം വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിന്നാ ആ നിമിഷം ഞാനും എന്റെ കുഞ്ഞും ഈ വീട് വിട്ടിറങ്ങും. ആ പിന്നെ മോനെ, ഇളയവളെ 7-ാം മാസത്തിലെ പ്രസവത്തിന് വരുന്നത്. ഇപ്പൊ 5 ആയിട്ടുള്ളൂ. എന്തായാലും നിന്റെ അടുത്ത് മുൻകൂട്ടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് എന്നോട് നിന്റെ അമ്മ പറയുന്നത്? അവൾക്ക് വേണ്ടി റൂം ഉണ്ടല്ലോ മുകളിൽ, കട്ടിലും അലമാരയൊക്കെ ഉണ്ട്. അവൾ 5-7 മാസം എപ്പോഴോ വന്ന് അവിടെ ഇരിക്കട്ടെ. പ്രസവ സമയത്ത് അവൻ്റെ ഭർത്താവിനോട് ഹോസ്പിറ്റലിൽ ബില്ലടിക്കാൻ പറഞ്ഞേ. എന്നിട്ട് പ്രസവിച്ച് പോകുന്ന സമയത്ത് ഒരു സാധനം കൊടുക്കാൻ എന്നെ കൊണ്ടാവില്ലമ്മേ. അമ്മയ്ക്ക് ചെയ്യാൻ പറ്റിയ ചെയ്തോ? എന്താടാ എന്തൊക്കെയാ പറയുന്നേ? അതൊക്കെ നിന്റെ കടമയല്ലേ? അതമ്മേ, ആണോ എനിക്ക് മാത്രം ഈ കടമയുള്ളൂ? 15 വയസ്സിൽ തുടങ്ങിയതല്ലേ കടമന്റെ പേരിൽ എന്നെ പിഴിയാൻ? ഒരു ഷർട്ട് അച്ഛനോ അമ്മയോ ഈ പറഞ്ഞ പെങ്ങന്മാരെ എനിക്ക് വാങ്ങിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു എന്താമ്മേ ഇത്? കടമന്റെ പേരിൽ എൻ്റെ ഭാര്യയുടെ സ്വർണം മുഴുവൻ വിറ്റ് തീർത്തമേ. എനിക്ക് ഒരു ഭാര്യയും കുഞ്ഞൊക്കെ ഉണ്ട്. മതിയമ്മേ, ഇന്നത്തോടെ എല്ലാം മതി. എനിക്കും ജീവിക്കണം. വന്ന പെണ്ണുങ്ങൾ രൂപമില്ലെങ്കിൽ ഭർത്താക്കന്മാരെ മാറ്റിയെടുക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ കണ്ണിൽ തന്നെ അനുഭവമായി. എന്നാലും കല്യാണം കഴിഞ്ഞപ്പോ നിനക്ക് അമ്മയും പെങ്ങളും ഒന്നും വേണ്ടണ്ടായില്ലേ? അങ്ങനെയുണ്ടാ ഒരു ഭാര്യ? അമ്മ എന്തായി പറഞ്ഞിട്ട് പോന്ന്? ഇവിടത്തെ കടം തീർക്കാൻ വേണ്ടി എൻ്റെ ഭാര്യന്റെ സ്വർണം മുഴുവൻ വിറ്റു. എന്നിട്ട് അവളിനെ കുറ്റം പറയുന്നു? അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന എന്നെ പോലുള്ള ആണുങ്ങളുടെ അവസാനം ഇത് തന്നെയായിരിക്കും. ഈ മിഡിൽ ക്ലാസ്സിൽ ജനിച്ച ആൺകുട്ടികൾ, പ്രത്യേകിച്ച് ആ കുടുംബത്തിലെ മൂത്ത മകൻ, അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കടമ. ആണായി ജനിച്ചതിന്റെ പേരിൽ ഏകദേശം 15 വയസ്സ് കഴിയുമ്പോഴേക്കും കുടുംബക്കാരും വീട്ടുകാരൊക്കെ കൂടി ഈ കടമേന്റെ പേരിൽ അവനെ പിഴിയാൻ തുടങ്ങും. ഇനിയിപ്പോൾ 1-2 പെങ്ങളുണ്ടെങ്കിൽ ആ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കണം, അവൻ്റെ പ്രസവം നോക്കണം, പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു ലോഡ് സാധനം അവനെ വീട്ടിലേക്ക് അയക്കണം. അതുപോലെ 100 കടമകൾ കൊണ്ട് ഒരിക്കലും അവനെ നിവരാൻ സമ്മതിക്കില്ല. ഇനി അവൻ എങ്ങാനും കല്യാണം കഴിച്ചാൽ ആ വരുന്ന പാവം പെൺകുട്ടി കൂടി ഈ കടമയുടെ ബാധ്യത തലയിൽ വെക്കേണ്ടി വരും. അതായത് ആ കുട്ടിയുടെ സ്വർണം മുഴുവൻ വിൽക്കേണ്ടി വരും. അപ്പൊ ഇതുപോലെ കടമയുടെ പേരിൽ മകനെയോ ആങ്ങളെയൊക്കെ പിഴിയുന്നവർ ഒന്ന് മനസ്സിലാക്കുക, അവർക്കും കുട്ടിയും കുടുംബമൊക്കെ ഉണ്ട്. ഒന്ന് വെറുതെ വിടുക.
അപ്പൊ ഇതുപോലെ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക.